പടിഞ്ഞാററബിക്കടലിൽ ചെങ്കൊടിയുയരുന്നു. ഇരുണ്ട ഭൂഖണ്ഡങ്ങളിലാകെ ചുവപ്പു പടരുന്നു. മനുഷ്യമോചന പോരാട്ടത്തിൻ ഗാഥ രചിക്കുന്നു. മാർക്സിൻ വാക്കുകൾ ലോകത്തിൻ ഗതി മാറ്റിമറിക്കുന്നു. ഇങ്ങ് പടിഞ്ഞാററബിക്കടലിൽ ചെങ്കൊടിയുയരുന്നു. അറബിക്കടലല ഇളകി വരുന്നു. ചെമ്പട ഉണരുന്നു. സ്വാതന്ത്ര്യത്തിൻ സമരജ്വാലകൾ ഉയർന്നു പൊങ്ങിയ തീരത്ത് കുറുക്കിയ പോരാട്ട സ്മൃതി ജ്വലിച്ചു നിൽക്കും നഗരം. ചരിത്ര നഗരമൊരുങ്ങുന്നു ചുവന്നൊരിന്ത്യയെ വരവേൽക്കാൻ. ഇങ്ങ് പടിഞ്ഞാററബിക്കടലിൽ ചെങ്കൊടിയുയരുന്നു. ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്. ജന്മി തമ്പ്രാക്കന്മാർക്കെതിരെ ചെങ്കൊടിയേന്തിയ നാട്. അടിയാളരുടെ കൈകളിൽ ഭരണ ചെങ്കോലേകിയ നാട്. കേരള നാടിൻ നെറുകയിലാദ്യം ചെങ്കൊടി ഉയർന്ന തീരം. ചരിത്ര നഗരമൊരുങ്ങുന്നു ചുവന്നൊരിന്ത്യയെ വരവേൽക്കാൻ. ഇങ്ങ് പടിഞ്ഞാററബിക്കടലിൽ ചെങ്കൊടിയുയരുന്നു. ഇരുണ്ട ഭൂഖണ്ഡങ്ങളിലാകെ ചുവപ്പു പടരുന്നു. മനുഷ്യമോചന പോരാട്ടത്തിൻ ഗാഥ രചിക്കുന്നു. മാർക്സിൻ വാക്കുകൾ ലോകത്തിൻ ഗതി മാറ്റിമറിക്കുന്നു. മാർക്സിൻ വാക്കുകൾ ലോകത്തിൻ ഗതി മാറ്റിമറിക്കുന്നു. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുവഴിയിൽ ഊർജമായി രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും നേരിന്നു വേണ്ടി നിതാന്തം ഒരാദർശ വേരിന്നു വെള്ളവും വളവുമായൂറിയോ.
അവനവനു വേണ്ടിയല്ലാതെ അവരെന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ശലഭവർണ്ണക്കനവു നിറയുന്ന യൗവനം ബലി നൽകി പുലരുവോൻ രക്തസാക്ഷി. അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്കെത്തുന്ന കൊള്ളിയാൻ വെട്ടമീ രക്തസാക്ഷി. അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്കെത്തുന്ന കൊള്ളിയാൻ വെട്ടമീ രക്തസാക്ഷി. അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ. അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ. പ്രിയമുള്ളതെല്ലാം ഒരു ജ്വല സത്യത്തിനൂർജമായൂട്ടിയോൻ രക്തസാക്ഷി. എവിടെയോ കത്തിച്ചു വച്ചോരു ചന്ദനത്തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. രക്തസാക്ഷി. രക്തം നനച്ചു മഹാകൽപ്പവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവോൻ. രക്തം നനച്ചു മഹാകൽപ്പവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവോൻ. അവഗണന, അടിമത്തം, അപകർഷ ജീവിതം, അധികാരധിക്കാരമധിനിവേശം. അവഗണന, അടിമത്തം, അപകർഷ ജീവിതം, അധികാരധിക്കാരമധിനിവേശം. എവിടെ ഈ പ്രതിമാനുഷദ്ഭൂമമുയരുന്നതവിടെ കൊടുങ്കാറ്റു രക്തസാക്ഷി. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അവരെന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ഒരിടത്തവന്നു പേർ ചെഗ്വേരയെന്നെങ്കിൽ ഒരിടത്തവന്നു ഭഗത് സിംഗു പേർ. ഒരിടത്തവന്നു പേർ ചെഗ്വേരയെന്നെങ്കിൽ ഒരിടത്തവന്നു ഭഗത് സിംഗു പേർ. ഒരിടത്തവൻ യേശുദേവനെന്നാണു, വേറൊരിടത്തവന്നു മഹാഗാന്ധി പേർ. 1000 പേരാണവന്നു ചരിത്രത്തിലായിരം നാവവനെക്കാലവും. 1000 പേരാണവന്നു ചരിത്രത്തിലായിരം നാവവനെക്കാലവും. രക്തസാക്ഷി നീ മഹാപർവതം. രക്തസാക്ഷി നീ മഹാപർവതം. കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നിൽക്കുന്നു നീ. രക്തസാക്ഷി നീ മഹാപർവതം. കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നിൽക്കുന്നു നീ. രക്തസാക്ഷി നീ മഹാസാഗരം. എന്റെ ഹൃച്ചക്രവാളം നിറഞ്ഞേ കിടപ്പു നീ. രക്തസാക്ഷി നീ മഹാസാഗരം. എന്റെ ഹൃച്ചക്രവാളം നിറഞ്ഞേ കിടപ്പു നീ. രക്തസാക്ഷി നീ മഹാസാഗരം. എന്റെ ഹൃച്ചക്രവാളം നിറഞ്ഞേ കിടപ്പു നീ. അവനവനു വേണ്ടിയല്ലാതെ അവരെന്നു ചുടുരക്തമുറ്റി
തെറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ഇരട്ടത്തായ തുകയ്ക്ക് ശേഷം സിതാര കൃഷ്ണകുമാറിന്റെ ഗസൽ മുതലക്കുളം മൈതാനിയിൽ അരങ്ങേറും. ഈ പരിപാടിയിലേക്ക് നാടകാവതരണത്തിനായി തൃപ്തി ആർട്സിന്റെ പ്രവർത്തകരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. തൃപ്തി ആർട്സ് പാലക്കാട് അവതരിപ്പിക്കുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഒരു പുനർവായന. ഡിസംബർ മാസത്തിലാണ് ആദ്യമായി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അവതരിപ്പിക്കപ്പെട്ടത്. ആ കാലഘട്ടത്തെ കുറിച്ച് രണ്ടു വാക്ക്. നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് അനാചാരങ്ങളെ തുടച്ചു മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം. അന്ന് നമ്പൂരി യുവതികൾക്ക് വെളിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഘോഷ ധരിക്കണമായിരുന്നു. ഘോഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നാം കാണുന്ന പർദ്ദ രൂപത്തിലുള്ള ശരീരവും മുഖവും മറയ്ക്കുന്ന ഒരു തുണിയാണ്. അതേപോലെ തന്നെ നമ്പൂരി സമുദായത്തിലെ മൂത്ത ആൺ സന്തതിക്ക് മാത്രമേ സ്വജാതിയിൽ നിന്ന് വിവാഹം ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ആ മൂത്ത മകനെ മൂത്ത നമ്പൂതിരി അഥവാ മൂസർ എന്ന് പറയുമായിരുന്നു. അയാൾക്ക് താഴെയുള്ള എല്ലാവരെയും അപ്പൻ നമ്പൂരിമാർ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പന്മാർക്ക് സ്വജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാൻ സാധ്യമായിരുന്നില്ല. അവർക്ക് മറ്റ് ജാതികളിൽ നിന്ന് സംബന്ധമാവാം. സ്വന്തം വീട്ടിൽ സ്വത്തവകാശവുമില്ല. തന്റെ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ അപ്പന്മാർക്ക് വേണമെങ്കിൽ ആ ഇല്ലത്ത് പോയാൽ ഒരു നേരത്തെ ഭക്ഷണം ഏട്ടന്റെ ഭാര്യയ്ക്ക് കനുണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ തെറ്റി നടക്കും. ലോകം മുഴുവൻ മറ്റു ഭാഗങ്ങളിൽ ശാന്തിയും മറ്റു സംബന്ധവും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. നമ്പൂരി യുവതികളുടെ കാര്യമാണെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രം വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് ആൺ സന്താനങ്ങളിൽ നിയമമുള്ളതുകൊണ്ട് കേരളത്തിലായി 100ഓളം ഉണ്ടായിരുന്ന നമ്പൂരി കുടുംബങ്ങളിൽ അത്രയും വരന്മാർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അവർ തന്നെ വേണം എല്ലാ കന്യകളെയും വിവാഹം കഴിക്കാൻ. അപ്പോൾ ഒരാൾക്ക് ഒന്നിലധികം വിവാഹം നടക്കും. മിക്കവാറും കന്യകമാർ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ നേരത്തെ കല്യാണം കഴിച്ചു വന്നിരിക്കുന്ന ആൾക്കാർ സ്വപത്നി ആയവരുടെ കൂടെ കഴിയുക എന്ന ഗതികേടും. ഈ വരന്മാരാവട്ടെ 60, 70, 90, 100 വയസ്സായാലും അവർ വീണ്ടും വീണ്ടും വീട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ കന്യകമാരും അതേപോലെ തന്നെ അപ്പൻ നമ്പൂരിമാരും ആ കാലഘട്ടത്തിലെ ആ സമുദായത്തിലെ ഏറ്റവും കൂടുതൽ ചേർന്നത അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ പീഡനം അനുഭവിച്ചിരുന്നവരായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ഈ നാടകം നടന്നത്. നാടകത്തെ കുറിച്ച് ആദ്യാവതരണം 7 മണിക്കൂർ എടുത്തുകൊണ്ടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടത്. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് 70 മിനിറ്റ് സമയത്തിലാണ്. ഈ കാലഘട്ടത്തിലെ നടന്മാർ കഴിഞ്ഞ കാലത്തെ നാടകത്തെ നോക്കി കാണുന്നു എന്ന രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലഘട്ടത്തെ കുറിച്ചും ആ കാലഘട്ടത്തിലെ വേഷവിധാനങ്ങളെ കുറിച്ചും സൂചനകൾ മാത്രമേ ഉള്ളൂ. പൂർണ്ണമായും ആ ഒരു കാലഘട്ടത്തിലെ വേഷവിധാനങ്ങൾ പിന്തുടരുകയോ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ശ്രമമോ നടക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് നിന്ന് അങ്ങോട്ടേക്ക് നോക്കി കാണുന്നു എന്നൊരു രീതിയിലാണ് നാടകം ആരംഭിക്കുകയാണ്. നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഒരു പുനർവായന. അവതരണം തൃപ്തി ആർട്സ് പാലക്കാട്.